ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വെളുത്തുള്ളി വെച്ചിട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഉപ്പിലിടുന്നതിനോട് തന്നെ ഞാൻ കുറച്ച് 2-3 മുളകും കൂടി മുറിച്ചതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതാണ് അതോട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പിടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതും കൂടി കറിവേപ്പിലയും കൂടി അതിലേക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ തന്നെ പൊടിച്ച കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിലിട്ട് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വേറെ ഉപ്പൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ആവശ്യമെങ്കിൽ നമുക്കത് ഉപ്പ് കുറവാണെങ്കിൽ തോന്നിയാൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 5 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുള്ളതുപോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ 2 പീസാക്കിയിട്ടൊക്കെ എടുക്കാം. പിന്നെ വെളുത്തുള്ളി നമ്മൾ ഉപ്പിലിട്ട വെളുത്തുള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉപ്പിടാതെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉപ്പിലിടാണ്ട് ഉണ്ടാക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് തോന്നുന്നില്ല. അവസാനമായിട്ട് ഒരു ഗ്ലാസ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതേ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.